സിമ്പിൾ ആയിട്ടുള്ള ഒരു ഗൺ പൗഡർ റൈസിൻ്റെ റെസിപ്പിയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ പാൻ ചൂടാക്കാൻ വെച്ചു. എന്നിട്ട് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യ് ഒഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. നെയ്യൊന്ന് ചൂടായി വരുന്ന സമയത്ത് കടുകിട്ട് പൊട്ടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കടലപ്പരിപ്പ് ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുത്തു. ഇനി ഇതിലോട്ട് പച്ചമുളക്, പച്ചക്കപ്പലണ്ടി, കരുവേപ്പില ഇത്രയും ചേർത്തിട്ട് പച്ചക്കപ്പലണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് വേവിച്ചിരിക്കുന്ന ചോറ് ചേർത്ത് കൊടുക്കണം. പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ മെയിൻ താരമായിട്ടുള്ള ഗൺ പൗഡർ ആണ്. ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന മാസ്റ്റർ കുക്കിന്റെ ഗൺ പൗഡർ ആണ് കേട്ടോ. ഇതിനകത്ത് പ്രത്യേകിച്ച് പ്രിസർവേറ്റീവ്സോ അല്ലെങ്കിൽ ആഡഡ് കളേഴ്സോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആണ് ഈ പൊടിക്ക്. നമ്മൾ ദോശയുടെ കൂടെ മാത്രമല്ല ഇങ്ങനെ റൈസ് ഒക്കെ ഉണ്ടാക്കി നോക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും. പ്രത്യേകിച്ച് കറികളൊന്നും എടുക്കാനില്ലാത്ത സമയത്ത് ഇങ്ങനത്തെ ഒരു റെസിപ്പി നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ പൊടിയും കൂടി ചേർത്തു. അത് കഴിഞ്ഞിട്ട് കുറച്ച് കായപ്പൊടിയും ചേർത്ത് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ചൂടാക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല. ഒന്ന് എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ലാസ്റ്റിലായിട്ട് കുറച്ച് മല്ലിയില, നാരങ്ങ നീര്, ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട്. കാരണം ഗൺ പൗഡറിനകത്ത് ഉപ്പുണ്ട്, അപ്പോൾ നോക്കിയിട്ട് ചേർത്താൽ മതി. അതെല്ലാം കൂടി ചേർത്തതിന് ശേഷം എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള ഗൺ പൗഡർ റൈസ് റെഡിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ടാറ്റാ.